Hello everyone! Once again, welcome back to our channel Alpha Angels World. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മെറി ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി കേക്ക് ആകാം. കേക്ക് എന്നാണെന്ന് അറിയാം, ഒരു സ്പെഷ്യൽ കേക്കാണേ. അപ്പോൾ ഇതിനാദ്യം ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഈ കേക്ക് എന്താണെന്ന് അറിയാമോ? റഫാലോ ചോക്ലേറ്റ് കേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ആൽമണ്ട്സ് കേക്കാണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/8 ടീസ്പൂൺ സോൾട്ട്, ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു 3 തവണ സീവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കേക്ക് എനിക്കൊരു ഓർഡർ കിട്ടിയതാണ്. ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു പോളിഷ് ഫ്രണ്ട്, ഒരു നെയ്ബറാണ് കേട്ടോ. അപ്പോൾ പോളിഷ് ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ഞാനിവിടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്ക് പുള്ളിക്കാരിക്ക് കൊടുത്തായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ പിന്നെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചത് റഫാലോ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, യൂട്യൂബിലും അല്ലാതെ ഗൂഗിളിലും ഒക്കെ കയറി കുറേ സെർച്ച് ചെയ്തു. വീഡിയോസ് കണ്ടതൊന്നും എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റേതായ ഒരു വേർഷൻ ഞാൻ ട്രൈ ചെയ്ത അപ്പോൾ അടിപൊളി ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞാൻ ഒരു 1/4 കപ്പ് ആൽമണ്ട്സ് പൊടിച്ചതും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണേ. നമ്മൾ ഓൾറെഡി സീവ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ അതിലേക്ക്. അപ്പം ഞാൻ ഇതിനകത്ത് ഷുഗർ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണേ. അപ്പം നമ്മുടെ പൊടികളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 മുട്ട എടുക്കുകയാണ്. അങ്ങനെ 5 മുട്ട എടുത്തു, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഈ കേക്കിന് നല്ല ഫീഡ്ബാക്ക് എനിക്ക് പുള്ളിക്കാരിയുടെ നിന്ന് കിട്ടി. പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞു ഒരു 4 പേർക്ക് സെർവ് ചെയ്യേണ്ടായിരുന്നു വേണ്ടത്. പക്ഷെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീതുവിൻ്റെ കേക്ക് ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ വേണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 ഇഞ്ച് കേക്ക് വേണ്ട സ്ഥാനത്ത് പുള്ളിക്കാരി എന്നോടൊരു 10-11 ഇഞ്ചിൻ്റെ കേക്ക് എനിക്ക് ഓർഡർ തന്നു. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. നമ്മുടെ മുട്ട ഏകദേശം ബീറ്റായി. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ആൽമണ്ട്സിൻ്റെ സിറപ്പ് ഒഴിച്ചു. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട. നമുക്ക് ഹാൻഡ് വിസ്ക് ഇട്ട് ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഫോർക്ക് ഇട്ട് എങ്ങനെ ചെയ്യാമെന്നും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്സിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വരട്ടെ. അപ്പം ഇത് ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇടാം. അപ്പം ഞാൻ പറഞ്ഞു 1.5 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞ് വന്നോട്ടെ. ഏകദേശം നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഫുൾ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പീഡ് കുറച്ച് നമുക്കിത് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പലർക്കും പല കാര്യങ്ങളും മിസ്സാവും. ചിലർ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്യാത്ത. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മിക്സ് ചെയ്യരുത്, ശകലം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പൊടി കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, കുറേശ്ശെയായിട്ടിട്ട്. അപ്പം എപ്പോഴും നല്ലത് ഇതുപോലുള്ളൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യുന്നതാണ്. അതാകുമ്പം മാവ് കട്ട പിടിക്കില്ല. പിന്നെ നിങ്ങൾക്ക് സ്പാച്ചുല ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിൽ അത് ഉപയോഗിച്ചാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഈ 2 മെത്തേഡാണ് നല്ലത്. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ, കാരണം ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ബീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അത്ര നന്നാവണം എന്നില്ല. അപ്പം നന്നായിട്ട് സ്ലോലി ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് 2 പ്രാവശ്യം നമ്മൾ മാവിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷൻ, അപ്പോൾ നമ്മൾ ഈ മാവിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ പൊടി, അതായത് കൊപ്രാപ്പൊടി. അതും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ആൽമണ്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ബാറ്ററിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പം ഇനി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ പാനാണ്.
അപ്പം നമ്മുടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കാരണം അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുന്നതെല്ലാം കൂടെ നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കതൊന്ന് സൈഡിൽ നോക്കി നമുക്കതൊന്ന് വടിച്ച് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനേഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കേക്ക് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം എപ്പോഴും ഇത് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കണേ. നമ്മളിത് ബേക്ക് ചെയ്യാൻ അതായത് വിനേഗറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടിന്നൊന്നും ശരിയാക്കാൻ പോകരുത്. ആദ്യം തന്നെ നമ്മുടെ ടിന്ന് ശരിയാക്കിയതിന് ശേഷം വേണം ഇതിനകത്ത് വിനേഗർ ആഡ് ചെയ്യാൻ. ഞാൻ 1 ടീസ്പൂൺ വിനേഗർ ആഡ് ചെയ്തു. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പിന്നെയും പറയുന്നു, ഒരുപാട് മിക്സ് ചെയ്യരുത്. ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും പിന്നെ അധികം പൊങ്ങോ ഒന്നുമില്ല കേട്ടോ. കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും. ഇത്ര ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ 10 ഇഞ്ചിൻ്റെ പാൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ആമൻസിൻ്റെ ആ ഒരു പൊടിയും തരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാവിനകത്ത് തന്നെ മിക്സ് ചെയ്തതായതുകൊണ്ട് ഇതങ്ങനെ താന്നു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു സ്ക്യൂവർ കൊണ്ട് എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. ഒരുപാട് ടാപ്പ് ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ ഒട്ടും കുറച്ച് ടാപ്പ് ചെയ്യുകയും ചെയ്യരുത്. കാരണം കുറച്ച് ടാപ്പ് ചെയ്താൽ എയർ ബബിൾസ് അതിനകത്ത് കുടുങ്ങും. അതുപോലെ ഒരുപാട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാവിൻ്റെ കാരണം എന്തായാലും കേക്കിനകത്ത് അല്പം ബബിൾസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് മൊത്തത്തിൽ പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കഴിഞ്ഞു. ഏകദേശം എനിക്കൊരു 50 മിനിറ്റ്സ് എടുത്തു കേട്ടോ. ഇവിടുത്തെ ഓവനിന് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ഓവനിനനുസരിച്ച് വേണം ചെയ്യാൻ. ഒരു 40 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല കേക്കിൻ്റെ മണം വരികയാണെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് കേക്ക്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടൊക്കെ തോന്നും, പക്ഷെ അത്ര ഡാർക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. അത് വീഡിയോയിൽ വന്നപ്പോൾ ഒരല്പം ഡാർക്കായിട്ട് തോന്നിയേ ഉള്ളൂ. പക്ഷെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എനിക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തേങ്ങയുടെ പ്രത്യേകിച്ച് ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് നമ്മുടെ ബൗണ്ടിയുടെ ചോക്ലേറ്റ് അതുപോലെ നമ്മുടെ ഫെറാറോ റോഷയുടെ റെഫാലോ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കും ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ തേങ്ങയുടെ പ്രത്യേകിച്ച് ബൗണ്ടിയും അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈയും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കയറി നോക്കി എങ്ങാനും വല്ല കേക്കിൻ്റെയും റെസിപ്പി ഉണ്ടോ എന്ന്. പക്ഷെ ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യല്ലേ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അതിനകത്ത് നട്ട്സൊക്കെ കിടക്കുന്ന കണ്ടോ, നന്നായിട്ട് നട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഒട്ടും കുറച്ചിട്ടില്ല, നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സും ഉണ്ട്, തന്നെ നല്ല സോഫ്റ്റാണ് കേക്ക്. കണ്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇതിപ്പോൾ നമുക്ക് 3 ലെയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനുള്ള നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള നല്ല കേക്കാണേ. അപ്പോൾ നമുക്കിനിയും കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കാം. സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ക്രീം, അതായത് ഇപ്പം ഇവിടെ കിട്ടുന്നത് ഡബിൾ ക്രീമാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ആണെങ്കിലും വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഡബിൾ ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതിനകത്ത് ഞാൻ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തു. പിന്നെ ഞാൻ 1 കപ്പ് പാല്, ഇത്രയുമാണ് ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പാത്രം ഒരു ചെറുതായിപ്പോയി, ഞാൻ ഇത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക. പിന്നെ ഇത് വലിയ കേക്കാണ്, അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെയും പകുതി എടുത്താൽ മതി കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇത് ഞാൻ പുള്ളിക്കാരി അത്രയും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത്രയും വലിയ കേക്ക് ട്രൈ ചെയ്തതാണ്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് 1 കിലോ അല്ലെങ്കിൽ ഇതിപ്പം ചെയ്തു വന്നപ്പോൾ ഏകദേശം ഒരു 4+ kg ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ 1/2 കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പിൻ്റെ ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പക്ഷെ എന്തോ വന്നാലും ഞാൻ ഗ്യാരണ്ടി പറയാം, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. കേക്ക് അതായത് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ വരെ ഇഷ്ടപ്പെട്ടു പോവും ഈ കേക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. പാല്, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഡബിൾ ക്രീം, അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു
3 കപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ക്രീമിനൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ക്രീമിനകത്ത് പെട്ടെന്ന് എയർ ബബിൾസ് വരും. എയർ ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെ ആയിപ്പോവേ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫുള്ള് എയർ ബബിൾസ് കാണും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ആദ്യമേ വേണ്ട ഒരു 3 കപ്പ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആവശ്യത്തിനുള്ള ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഏകദേശം ഇതിനകത്തൊരു 4-4.5 കപ്പ്, അതായത് ഒരു 5 കപ്പ് 4-4.5 കപ്പിനോളം ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്. 5 കപ്പ് ക്രീം എന്ന് പറയാം. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രീമിൻ്റെ അത്രയും ഒരു എമൗണ്ട് കിട്ടില്ല ഇവിടുത്തെ ക്രീമിന്. അപ്പം 5 കപ്പ് എടുത്തിട്ടുണ്ട് ടോട്ടലി ക്രീം. അപ്പോൾ ആദ്യമേ ഞാൻ ക്രീം ബീറ്റ് ചെയ്തു. ആ ക്രീമിനകത്ത് ഞാൻ കുറച്ച് ആൽമണ്ട്സിൻ്റെ ഒരു 1/4 ടീസ്പൂൺ ആൽമണ്ട്സിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതായത് ഇവിടുത്തെ ക്രീമിനകത്ത് ഷുഗറോ കാര്യങ്ങളോ അതുപോലെ തന്നെ വാനില എസൻസിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്യണം. അപ്പം 1 കപ്പിന് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ 3 കപ്പ് എടുത്തത് കൊണ്ട് 3 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസിങ് ഷുഗർ ഞാനിവിടെ ഒരെണ്ണത്തിന് 2 കപ്പ് വീതമാണ്, 2 ടീസ്പൂൺ വീതമാണ്. അന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 ടീസ്പൂൺ പറയുമ്പോഴത്തേക്ക് 3 കപ്പിന് 6 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ആൽമണ്ട്സിൻ്റെ എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടോ. ഇവിടുത്തെ ഓവർ ബീറ്റായി കഴിഞ്ഞാലും പിരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ റിസ്ക് ആണ് ഇവിടുത്തെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി കണ്ടോ, കമത്തിയിട്ടിട്ടൊന്നും അത് താഴെ വീഴുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഐസിങ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്കിനിയും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഇനി അടുത്ത കടമ്പയുണ്ട്, നമുക്ക് കേക്ക് സ്ലൈസ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സ്ലൈസ് ചെയ്യാം കേട്ടോ. ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഒരെണ്ണം മാറ്റി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്രീമും കൂടെ ബാക്കി പൈപ്പിംഗ് ബാഗിലേക്ക് കൂടെ മാറ്റി ഞാനതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കേക്ക് ഡിവൈഡ് ചെയ്യണം, സ്ലൈസ് ചെയ്യണം. അപ്പോൾ 3 സ്ലൈസ് ആക്കിയിട്ട് ഞാൻ കേക്ക് മുറിക്കുകയാണേ, 3 ലെയേഴ്സായിട്ട്. അപ്പോൾ ഈ സാധനം നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ പിച്ചാത്തിയുടെ അറ്റത്ത് കിടക്കുന്ന സാധനം, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണേ. അപ്പോൾ അത് നല്ലൊരു സാധനമാണ്. നമ്മൾ സാധാരണ നൈഫ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറിയും കുറഞ്ഞും പോകും, പക്ഷേ ഇത് അങ്ങനെ പോകില്ല കേട്ടോ. അങ്ങനെ 3 ലെയേഴ്സായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്യാനായിട്ട് ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊഴിച്ച് 3 ലെയറും ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി, അതായത് ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ അങ്ങ് ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം, കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാവേ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ആൽമണ്ട്സും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട്, ആ ഒരു കേക്കിന് കുറച്ചുകൂടെ റിച്ച്നെസ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സോക്കിംഗ് തന്നെ കുറച്ച് റിച്ച്നെസ് കേക്കിന് കൊണ്ടുവരും. അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ശരിക്കും നമ്മൾ ആ ഒരു റഫാലോ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന, കാരണം കേക്കിൻ്റെ പുറത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ അതിൻ്റെ അകത്ത് ഹേസൽനട്ട് അല്ല ആൽമണ്ട്സ് പോലെ സംഭവം നട്ട്സ് ഉണ്ട്, അതിൻ്റെ പുറത്ത് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 കോമ്പിനേഷനും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 3 കോമ്പിനേഷനും കൂടെ അതിനകത്ത് എക്സ്ട്രാ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നോട് പുള്ളിക്കാരി ചോദിച്ചു, നീത്തു എങ്ങനെയാ ഇത് ആൽമണ്ട്സ് ഒക്കെ നേരത്തെ സോക്ക് ചെയ്തോ കുക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പുള്ളിക്കാരിയുടെ അമ്മയും ബേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് കേക്കിനെ കുറിച്ച് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലാണ്. പുള്ളിക്കാരി പറയും, ഞാൻ ഒത്തിരി ലേസിയാണ് ബേക്ക് ചെയ്യാൻ, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേക്ക് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓഫീസിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേക്ക്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത കേക്കാണെന്ന്. പുള്ളിക്കാരി ഒട്ടും വിശ്വസിച്ചില്ല. പുള്ളിക്കാരി പറഞ്ഞു,
ഐ നെവർ ബിലീവ്, ബിക്കോസ് അത്ര ടേസ്റ്റി ആയിരുന്നു കേക്ക് എന്ന് പറഞ്ഞു. ശരിക്കും ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് ഞാനും ഒരു ചെറിയ വേർഷൻ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പം എനിക്കാണേലും നമ്മൾ സാധാരണ നമുക്കറിയാം അതിനകത്ത് കോക്കനട്ട് ഉണ്ട് എന്ന്, അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു, പക്ഷെ എന്നാലും നമ്മളത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കാരണം അജജിൻ്റെ മമ്മിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ടാക്കിയത്. മമ്മിയും പറഞ്ഞല്ലോ സൂപ്പർ കേക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ദിവസം കഴിച്ചതിനേക്കാൾ സെക്കൻഡ് ഡേ കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. അപ്പം ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യം അടിയിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം കൊണ്ട് ഒന്നും കൂടി ഒന്ന് വെറ്റ് ചെയ്യാം. അപ്പോൾ വെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ക്രീം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് ആക്കി കൊടുക്കാവേ. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഇനിയിപ്പം ഇത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നട്ട്സും, അതായത് ആമണ്ട്സ് പൊടിച്ചതും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് പൊടിച്ചതും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇതേ ആദ്യമേ ആമണ്ട്സ് എടുത്തു. ആമണ്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പീസാക്കിയാൽ മതി. മിക്സിയിലിട്ടൊന്നും അധികം പൊടിക്കാൻ നിൽക്കണ്ട കേട്ടോ, അപ്പം ഒത്തിരി പൊടിഞ്ഞു പോകും. ഇതൊരു പിച്ചാത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ കടിക്കാനും കിട്ടും, ഒത്തിരി കട്ടിയായി പോകത്തുമില്ല, നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം കാണാനും ഒരു ഭംഗി വരുവേ, കാരണം ഇത് തന്നെ നമ്മൾ മുകളിലും കൂടെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ കുറച്ചുകൂടെ ഭംഗി വരും, കാരണം നമ്മൾ പൊടിച്ചിടുന്നതിനേക്കാളും ഇങ്ങനെ സ്ലൈസ് ചെയ്തിടുമ്പോൾ കുറേ കൂടെ ഭംഗി വരും. അപ്പം നമ്മൾ ആമണ്ട്സ് ഇട്ടു. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇങ്ങനെ ഫുള്ള് ഇട്ടിട്ട് നമുക്കിനി ലാസ്റ്റായിട്ട് നമുക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും ഞാനധികം കണക്കോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് കൂടി പോകണ്ട, കാരണം കേക്കിനും നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്നതിനൊക്കെ ഒരുപാട് അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ ഒരുപാട് മധുരമായി പോകണ്ട, ആ ഒരു രീതിയിൽ കുറേശ്ശെ ഒരു നമ്മുടെ ഒരു കണക്കിന് തൂക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പൊടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. കുറച്ചും കൂടെ ആമണ്ട്സ് ഒന്ന് മുകളിൽ ഇടാമെന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ ആമണ്ട്സ് ഇട്ടു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറും വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒന്നും കൂടെ വെറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം നമ്മൾ അതിൻ്റെ പുറകു സൈഡ് നമ്മൾ വെറ്റ് ചെയ്തു, അപ്പോൾ തിരിച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. അതായത് ഒരേ സൈഡ് തന്നെ സോക്ക് ചെയ്യുന്നതിനേക്കാളും തിരിച്ചും മറിച്ചു വിടുന്നതിനായിരിക്കും കുറച്ചുകൂടെ നല്ല. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ നല്ല പോലെ സോക്കാവും കേട്ടോ. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഒന്നുകൂടെ വെറ്റ് ചെയ്യുക, പിന്നെ ക്രീം ആഡ് ചെയ്യുക, പിന്നെ നട്ട്സ്, അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചോക്ലേറ്റും ചെയ്ത് നമുക്ക് ആ ഒരു ലെയറും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ സെക്കൻഡ് ലെയറിൻ്റെയും കഴിഞ്ഞു പണി. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയറും അതുപോലെ തന്നെ വെറ്റ് ചെയ്ത വശമല്ല, വെറ്റ് ചെയ്ത വശം താഴെയും വെറ്റ് ചെയ്യാത്ത വശം മുകളിലും വെച്ച് ചെയ്യുക. അങ്ങനെ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ബാക്കി വന്ന സിറപ്പ് ഫുള്ള് ഈ ലെയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ക്രം കോട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന ക്രീം കൊണ്ട് ജസ്റ്റ് ഒരു ക്രം കോട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇച്ചിരി നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അന്നേരത്തേക്ക് അതൊന്ന് സെറ്റാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്രം കോട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ പൊടിയൊന്നും, കാരണം ഇതിനകത്ത് നമ്മൾ ആൽമണ്ട്സ് ചേർത്തിട്ടുണ്ട്, തേങ്ങയുടെ ചേർത്തിട്ടുണ്ട്, അപ്പം ആ പൊടിയൊന്നും ഇതിനകത്ത് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിലാകാതിരിക്കാനാണ് കേട്ടോ ക്രം കോട്ട് കൊടുക്കുന്നത്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. ക്രം കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ടെൻഷനില്ല. അപ്പോൾ അങ്ങനെ ക്രം കോട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് തണുപ്പിക്കാൻ മാറ്റി വയ്ക്കാം. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം എടുക്കും. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഏകദേശം ഇത് ഫുള്ള് എല്ലായിടത്തും ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്രീം തേക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം പറ്റാത്തിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ക്രം കോട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടൊന്ന് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴും അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഈർപ്പവും കാര്യങ്ങളൊക്കെ കാണും, അതുകൂടെ ഒന്ന് തുടച്ചതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്താണ്. അപ്പോൾ ബാക്കി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് ആക്കി കൊടുക്കാം. ഇനിയൊരു പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കുക. ഇപ്പം പാലറ്റ് നൈഫിനേക്കാളും നല്ലത്, ചിലർക്ക് ഇഷ്ടം എപ്പോഴും കാർഡ്, അതായത് നമ്മുടെ ATM കാർഡ് അങ്ങനെയുള്ള കാർഡുകളൊക്കെ ഉണ്ടല്ലോ, കട്ടിയുള്ള കാർഡുകൾ, അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അങ്ങനെയാണെങ്കിലും അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്കും അത് കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പോലെ സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒന്നും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് മോൾ ഭാഗവും കൂടെ ഇതുപോലെ നമുക്കൊന്ന് ലെയർ ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ സൈഡിൽ കുറച്ചൊരു ഡിസൈൻ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിഗ്സാക്ക് ആയിട്ടുള്ള നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു നൈഫല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടല്ലോ, സ്ക്രേപ്പർ, ആ സ്ക്രേപ്പർ ഉപയോഗിച്ച് ഞാൻ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കുറേ കൂടി ഒരു ഭംഗി തോന്നി. ഒരു പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇത് ചെയ്തപ്പോൾ ഒരു അല്പം കൂടെ ഭംഗി തോന്നി. ഞാൻ വേറെ 2-3 ട്രൈ ചെയ്തായിരുന്നു, അപ്പോൾ എനിക്ക് അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ചെയ്തപ്പോൾ കുറേ കൂടി ഒരു ഭംഗി തോന്നി. അങ്ങനെ ഞാൻ അതിട്ടു. ഇനി നമുക്ക് മോൾ ഭാഗവും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഒരു 1/4 ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യണം. അങ്ങനെയുള്ള പരിപാടികൾ 1/4 ഭാഗം കേക്കിൻ്റെത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാരണം സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കോക്കനട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റ് പൗഡർ, പിന്നെ നമ്മുടെ ആൽമണ്ട്സിൻ്റെ പൊടി, അതായത് നമ്മൾ ലെയേഴ്സിൽ എന്താണോ ആഡ് ചെയ്ത് കൊടുത്തത്, അതല്ലെങ്കിൽ റഫാലോ ചോക്ലേറ്റ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലേ, ആ സാധനത്തിൻ്റെ ഫ്ലേവറാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ആ ലെയേഴ്സിൽ ആഡ് ചെയ്ത സാധനങ്ങൾ തന്നെ ടോപ്പിലും ആഡ് ചെയ്ത് കൊടുത്തു. ഗ്രേറ്റഡ് ചോക്ലേറ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആൽമണ്ട്സും. അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്തു. അപ്പം ഇത് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ ഞാൻ റോസറ്റ് നോസിൽ കൊണ്ടിട്ട് ഞാൻ ചെറിയൊരു സിഗ്സാഗ്, നമ്മൾ ക്രിസ്മസ് ട്രീ പോലെ സിഗ്സാഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഈ ആൽമണ്ട്സും
അതായത് ഈ പൊടികളൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തും പറ്റിപ്പിടിക്കും, അപ്പോൾ കുറച്ച് ഭംഗി കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിന് ശേഷം ലാസ്റ്റ് ഞാൻ റോസറ്റ് നോസിൽ കൊണ്ട് കണ്ടോ ഇങ്ങനൊരു ഒന്ന് പിരിച്ച് സിഗ്സാക്ക് പോലെ ഞാനൊരു ഡിസൈൻ കൊടുത്തു. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് കഴിഞ്ഞു. സിമ്പിളാണ് കേട്ടോ. അപ്പം കേക്കും അതുപോലെ തന്നെ കേക്കിൻ്റെ ഡിസൈനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരി എന്നോട് പറഞ്ഞിരുന്നു അധികം ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതുപോലെ തന്നെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പം എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ ആയിരുന്നു. അപ്പം ചെയ്ത് കൊടുത്തപ്പം പുള്ളിക്കാരി വാവ് പറഞ്ഞു. അപ്പം സൈസ് കൊണ്ടാണേലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലുക്കിൻ്റെ എലിഗൻസിയിലാണേലും പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു, അതുപോലെ ഞാനും ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. പക്ഷേ അവരുടെ ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞപ്പം ഐ വാസ് സോ ഹാപ്പി. കാരണം നമ്മൾ എത്ര എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫീഡ്ബാക്ക് നല്ലതാവുമ്പോൾ നമ്മൾ അത്രയും ചെയ്ത എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, സൈഡിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കി വന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ മുകളിലും, പിന്നെ നമ്മുടെ റഫാലോ ചോക്ലേറ്റ് അത് വെക്കുന്ന ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.